ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ 65 വീട്ടിലുണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോസാണ്, ചില്ലി സോസ്, റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ. അപ്പം ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്, അത് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ സോയാബീൻ സോസ് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. പൊടികളായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഏകദേശം 1.5 ടീസ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി വേണ്ടത് തൈരാണ്. 2.5 ടീസ്പൂണോളം തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1/2 മണിക്കൂർ വയ്ക്കാം. ഞാനിപ്പം വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ 2 ബാച്ചായിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ വറുത്തെടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് അകം വേകാതെ പുറം പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ തീ കുറച്ച് വെച്ച് ഞാൻ 2 ബാച്ചായിട്ട് ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വറുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. കടയിലൊക്കെ പോയി മേടിക്കുന്ന എന്തോരം പൈസ കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.